ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് എടുക്കുക കേട്ടോ, ബ്രോക്കൺ വീറ്റ്. നല്ലോണം കഴുകിയിട്ട് അതിലേക്ക് ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് വേവിക്കുക നന്നായിട്ട്. 1 കപ്പ് 250 ഗ്രാംസ് കേട്ടോ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ഒരു ഈസി ഗോതമ്പ് പ്രഥമനാണ് കേട്ടോ. തേങ്ങാപ്പാലിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. ഓക്കെ, നമ്മളിവിടെ ഒരു 5 പീസ് വെല്ലമാണ് എടുത്തിരിക്കുന്നത്, അച്ചു വെല്ലം. അതിന് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് ഉരുക്കുക കേട്ടോ. നമ്മൾ 1 കപ്പ് ബ്രോക്കൺ വീറ്റിന് ഇത് കറക്റ്റായിരിക്കും. ഇതപ്പോൾ എല്ലാം ഉരുകി അതിനെ ഒന്ന് തണുക്കാൻ വയ്ക്കുക. ഇപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ഗോതമ്പൊക്കെ നന്നായി വെന്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ശർക്കര ഉരുക്കിയതൊക്കെ നന്നായിട്ട് തണുത്തു. അതിനെ നമ്മൾ ഇനി പായസം ഉണ്ടാക്കാൻ പോണ പാത്രത്തിലേക്ക് തന്നെ ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ശർക്കര പാനിയൊക്കെ അരിച്ചെടുത്തു. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് ബ്രോക്കൺ വീറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം, ഇളക്കണം. ഇത് നല്ല ഇളക്കലാണ് അതിൽ മെയിൻ പ്രധാനം കേട്ടോ. അടി പിടിക്കാതിരിക്കാനാണ് പറയുന്നത്. ആ വെല്ലപ്പാകും നമ്മുടെ ഗോതമ്പും വേവിച്ചതും രണ്ടും നന്നായി മിക്സ് ചെയ്ത് നല്ല കളറ്, വെല്ലത്തിൻ്റെ കളറ് വരണം കേട്ടോ. അതുവരെ നന്നായി മിക്സ് ചെയ്യണം. എന്നിട്ട് ഒരു 15-20 മിനിറ്റ്സ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി തിളപ്പിക്കണം. ആ പച്ച വാസനയൊക്കെ പോകണം കേട്ടോ, മറ്റേ വെല്ലത്തിൻ്റെ പച്ച വാസന. എന്നിട്ട് അതൊന്ന് നന്നായി യോജിച്ച് കുറുകി വരും. ശർക്കരയും ഗോതമ്പൊക്കെ നന്നായി യോജിച്ചു. ഞാൻ അതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. മിൽമയുടെ ലോ ഫാറ്റ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കണം. അത് നമ്മളപ്പോൾ 1 കപ്പിന് 1.5 ലിറ്റർ പാലാണ് ഒഴിക്കണത്. കറക്റ്റായിരിക്കും. ഓക്കെ, സോ നന്നായി അതിനെ 3 കവറ് 1.5 ലിറ്റർ ഒഴിച്ചിട്ട് നന്നായി യോജിപ്പിക്കുക കേട്ടോ. പിന്നെ ഈ സമയത്ത് തേങ്ങാപ്പാൽ ഒഴിക്കേണ്ടവർക്ക് ഫസ്റ്റ് വന്നിട്ട് 3-ാം പാൽ ഒഴിച്ച് അഗെയിൻ വേവിക്കുക. അത് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞ് 2-ാം പാൽ ഒഴിക്കുക. അത് കഴിഞ്ഞ് ലാസ്റ്റ് തീ ഓഫ് ചെയ്തിട്ട് 1-ാം പാൽ ഒഴിക്കണം. ഓക്കെ, പാലൊക്കെ നന്നായി കുറുകി പായസം റെഡിയാവാൻ ഒരു മണിക്കൂർ എടുക്കും അപ്രോക്സിമേറ്റ്. പായസമൊക്കെ കുറുകി റെഡിയായി. അതിലേക്ക് 2 സ്പൂൺ ചുക്ക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. സോ ഒരു അടിപൊളി ഗോതമ്പ് പ്രഥമൻ തയ്യാറാണ്. സോ ഈ പറഞ്ഞ ടിപ്സും മെഷർമെൻറ്റ്സും എല്ലാം വെച്ച് എല്ലാവരും വീട്ടിൽ തന്നെ അടിപൊളി പ്രഥമൻ തയ്യാറാക്കും കേട്ടോ. ഞാനിടുന്ന പുതിയ വീഡിയോ ലഭിക്കാനായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. നാളെ കാണാം. ഹാപ്പി കുക്കിംഗ്.